ഞാനിപ്പോ ഒരു ആണിനെ മാരി ചെയ്ത് കുട്ടികളായിട്ട് ജീവിക്കാൻ നേരത്തെ സ്റ്റിൽ ഐ എം എ ഹോമോസെക്ഷൽ. അപ്പൊ അങ്ങനെ ഒരു ലൈഫിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ഡെലിവറി ദാറ്റ് ടു ഹാവിങ് സെക്സ് വിത്ത് എ മാൻ, ഇത് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. അപ്പൊ അത് ചെയ്യുന്നതിലോറ് ഇരട്ടി ഞാനാണ് അവിടെ ബുദ്ധിമുട്ടുന്നത്. അയാളെ ചതിക്കുന്നുള്ള ഒരു ഫീലിംഗ് വരും. ഒബിയസ്ലി ഞാൻ മാരി ചെയ്യായിരുന്നെങ്കിൽ ഒരു മാനിനെ എനിക്ക് അത് മനസ്സുള്ള ഒരാളാണെങ്കിൽ വരും. പിന്നെ അതേസമയം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മേ ബി ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ എന്നിട്ട് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അവിടെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന്, അതായത് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഫോഴ്സ്ഡ് ആവുകയാണ്, എസ്പെഷ്യലി ഗേൾസ്. ബോയ്സും ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗേൾസ് ഒന്നുകൂടെ സപ്രസ് ചെയ്ത് ഇതാണ് നിന്റെ ലൈഫ്, പഠിത്തം കഴിഞ്ഞാൽ മാരി, കിഡ്സ്, അത്. അപ്പം ആ ഒരു സംഭവം പറഞ്ഞാൽ അത് സൊസൈറ്റിയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. സൊസൈറ്റിയാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു ആണിനും അതുപോലെ തന്നെ പെണ്ണിനും വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വരുന്നത് അല്ലേ? അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ്. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോഴുള്ള ആൾക്കാരും ഒക്കെ വന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് ബാക്കിയുള്ളവർക്കും ഒരു കറേജ് വന്ന് അവരും കം ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊരാളെ ചീറ്റ് ചെയ്യാൻ ഉള്ള അവസരം കൊടുക്കാൻ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ തോന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. ഇവൻ കിഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ കം ഔട്ട് ചെയ്ത് ഡിവോഴ്സ് വാങ്ങി ഹസ്ബൻഡിനോട് കാര്യം പറയും, ഇതാണ് മാറ്റർ, എനിക്ക് വേറെ ഒരാളായിട്ട് ഒരു ഗേൾ ആയിട്ട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ആൾക്കാർക്ക്. അവര് പുറത്തോട്ട് വരുന്നുണ്ട്. ഇവൻ അവരെ കിഡ്സ് വരെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടമ്മമാർ എന്നുള്ള രീതിക്ക്. അത് ഞങ്ങൾക്ക് അറിയാം, കുറച്ച് പേരെ അങ്ങനെ ഇപ്പോ കം ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് അവരുടെ ഒരു ക്ലോസ് സർക്കിളില്. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഹാപ്പിയാണ്. അവിടെ രണ്ടുപേരും ഫ്രീ ആവുകയാണ് ശരിക്കും. അവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ വോട്ടെവർ. അപ്പം അതൊരു ഈ പാരൻസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു കപ്പിൾസിനും, ഐ മീൻ ഇങ്ങനെയുള്ള കപ്പിൾസിന് വളരെ ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ് പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡേ. അപ്പോൾ അത് നിങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം രണ്ടുപേർക്ക് ഒരേ രീതിയിലാണോ, അതോ അതിൻ്റെ ഒരു യാത്ര എങ്ങനെയാണ്, ആ അടുപ്പം യാത്ര ഇങ്ങനെയാണ്? പാരൻസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും ഒരു പ്രായം എത്തുന്നവരെ അവർക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒബ്വിയസ്ലി അവർ സ്ട്രഗിൾ ചെയ്യും. സോ ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. ഈവൻ ദോ ഞങ്ങൾക്ക് ജോബ് ഉണ്ടായിരുന്നു, പക്ഷേ ഇമോഷണലി സപ്പോർട്ട് ഫ്രം പാരൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു കാര്യം. അതില്ലാത്തത് കൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. ബട്ട് ആ സ്ട്രഗിളിലൂടെയും കടന്നുപോയി. പക്ഷെ നമ്മൾ പാരൻസ് അക്സെപ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ സൊസൈറ്റി ഫോഴ്സ്ഡ് ആവും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ വന്നിട്ട് എൻ്റെ മോളാ, അവൾക്ക് അവളെ ഇഷ്ടം, നിങ്ങൾ ചോദിക്കാൻ ആരാ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ പിന്നെ സൊസൈറ്റിക്ക് ഒരു ഇത് വരും, റൂളിൽ. അതായത് നമ്മുടെ സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണ്ടേ, എന്നിട്ടാണ് ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ലൈക്ക് ഇഫ് അവരുടെ പാരൻസ് ഓക്കെ ആണെങ്കിൽ then what's the matter with the society? കോമൺ യൂഷ്വൽ തിങ് എന്നാകും. അതെ. അപ്പൊ അത് ഞങ്ങളുടെ ഗ്രാഫ് താഴോട്ട് തന്നെയാണ് പോകുന്നത്. അത് ഉയരും ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല. വീട്ടുകാർക്ക് അക്സെപ്റ്റൻസ് ആക്ച്വലി ഓക്കെ ആക്സെപ്റ്റ് ചെയ്യണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് അതും ചെയ്യൂല. അവരങ്ങനെയാണ്, ഒന്നും ചെയ്യാണ്ട് വിട്ടാൽ മതി. അവരങ്ങനെയാണ്. അവര് വളർന്നു വന്ന സാഹചര്യവും എല്ലാം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെ അത് കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ ഒരു പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇത് ഞങ്ങളുടെ മക്കളുടെ കുറ്റമല്ല, അവർ ഇൻബിൽറ്റ് ആയിട്ട് ഇവരിങ്ങനെയാണ്, ഐ മീൻ ഇവരുടെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരാൻ അതും പറ്റുന്നില്ലെങ്കിൽ അത് അതും അവരെ പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും പിന്നെ സൊസൈറ്റൽ പ്രഷർ ഉണ്ട്, റിലീജിയൻ വൈസ് ഉള്ളതുണ്ട്, മതത്തിൽ നിന്ന് വരെ പുറത്താവാം, അങ്ങനത്തെ ഓരോ ഇതുണ്ട്. അവരുടെ സൈഡും പ്രഷർ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പുറകെ നടന്ന്, അതായത് കൊല്ലാൻ വരെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. നാണക്കേട് കൊണ്ട് ഇവൻ ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോ ഇത് നിർത്തിയാലെങ്കിലും മതി. ലൈക്ക് വി ഡോണ്ട് നീഡ് ദ ആക്സെപ്റ്റൻസ്. നമ്മൾ അതിനുവേണ്ടി ബെഗ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് പാരൻസിനെക്കാളും മക്കളാണ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ മനസ്സിലാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇഷ്യൂസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു എന്താ അവരങ്ങനെ ബിഹേവ് ചെയ്തേ, അങ്ങനത്തെ ഒരു ഇത്. കാരണം ആ ഒരു ടൈമിൽ വന്ന ക്ലാഷ് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തിങ്ക് ചെയ്ത് മനസ്സിലായി, ഓക്കെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, കുറേ പേർക്ക് ആൻസർ കൊടുക്കേണ്ടി വരും. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് അബൌട്ട് അവർ പാരന്റ്സ്, റൈറ്റ്? സംഭവം കാരണം നമുക്ക് അവരെ ബാഡായിട്ട് ഒരിക്കലും കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതുകൊണ്ടാണ് പോട്ടെ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി സമാധാനിക്കുന്നു, അല്ലേ? സത്യം.
യാ ഓക്കെ. ഈ ആ ടൈമിൽ ഇപ്പം പിന്തിരിപ്പിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പാരൻസ് മനസ്സിലാക്കി പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് കുറേ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായിരിക്കും? ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും കൊണ്ട് കാണിക്കുവോ അല്ലെങ്കിൽ സംഭവം എന്തെങ്കിലും? ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരത് മിസ്യൂസ് ചെയ്യുക ചെയ്തത്. അതായത് ഞങ്ങളെ ബിട്രേ ചെയ്യുക ചെയ്തത്. ഞങ്ങൾ അവരെ കൂടെ പോയി നിന്നു, ഓക്കെ മനസ്സിലാക്കാൻ ടൈം എടുത്തോട്ടെ, പാരൻസ് അല്ലേ, അവർക്ക് കുറച്ച് ടൈം കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി അവരെന്താക്കിയാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു കൗൺസിലറെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് അവിടുന്ന് കൗൺസിലിംഗ് തരിക. അത്രക്ക് എന്താ പറയുക, അങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്തത്. സോ ഇതില് വിറ്റെന്നാന്ന് വെച്ചാൽ ഇവളേതോ ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തലയിൽ പഴമൊക്കെ വെച്ച് കട്ട് ചെയ്ത്. ആണോ? ആ അതെന്തിനാന്നറിയില്ല, വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനാണോന്ന് അറിയില്ല. പാഴ്സൽ എടുത്തല്ലേ? ലൈക്ക് അങ്ങനെ തന്നെയെങ്കിലും മനസ്സ് മാറട്ടെ എന്ന ചിന്ത. ബട്ട് ഇവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം, എങ്ങനെ ഒരാളുടെ മനസ്സ് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുക? എന്നാ പിന്നെ നമുക്ക് 1 കിലോ പഴം വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് കുടിച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ അവരെയും കുറ്റം, അവരുടെ ഒരു നോളജ് ചിലപ്പോൾ ഐ മീൻ ഈ ഒരു കാര്യത്തിൽ ഇതായിരിക്കാം, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ മാറും. പക്ഷെ അത് എന്താ പറയാ, ഇപ്പോ നമ്മൾ റിലീജിയൻ വൈസ് അവര് പുറമെ നോക്കുമ്പോൾ റിലീജിയൻ പക്ക ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിളിക്കാം ഹിപ്പോക്രിറ്റ്സ് എന്നാ. കാരണം റിലീജിയനിൽ ഈ വക പരിപാടിയൊക്കെ ഇറ്റ്സ് സിൻ. പക്ഷെ ഹിപ്പോക്രിറ്റ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം എന്താ, പുറത്ത് ആരോടും പറയുന്നില്ല, ഇവര് ഉള്ളിൽ വെച്ച് ചെയ്യാ. പുറത്ത് ഭയങ്കര മാന്യന്മാരായിട്ട് ഇവര് നിക്കുന്നത്, പക്ഷെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന പരിപാടി അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പറഞ്ഞ വിശ്വസിക്കുകയില്ല. അണ്ടർഗോ ചെയ്യുന്ന നമ്മളാ. നമ്മൾ തെളിവില്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ് അത് വിട്ടു, ആ പരിപാടി വിട്ടു. പിന്നെ അങ്ങനെ ഒന്നും മുറിച്ചിട്ടില്ല. ഇല്ല, പിന്നെ എന്നെ കിട്ടിയില്ല. കിട്ടിയില്ലല്ലോ. ഇപ്പൊ കിട്ടാണ്ട് വേറെ എന്തൊക്കെ ചെയ്തെന്നൊക്കെ. അതിലേക്കാണെങ്കിലോ എനിക്ക് ഇതുപോലത്തെ കൂടോത്രം അതിലോട്ടൊന്നും ഇല്ല ആൾക്കാര്. പക്ഷെ എന്റെ പാരന്റ്സ് ഇല്ല, വേറെ ഒരു അങ്കിളുണ്ട്. ഐ ഡോണ്ട് നോ എന്താ ചെയ്തതെന്നൊന്നും. പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു പെനിട്രേറ്റീവ് സെക്സ് കിട്ടാത്തോണ്ടാണ് വി ആർ ലൈക്കിങ് ഈച്ച് അതർ ഓർ വി ആർ ഇൻ ലവ്. അത് പലരുടെയും വിചാരം അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പുള്ളി കറേജ് കാട്ടി. പുള്ളി നേരിട്ട് വന്ന് കഴിച്ച് എളാപ്പാന്ന് വിളിക്കാം. പുള്ളി വന്ന് പറയാണ്, മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്, ഫ്രണ്ട് ആയിട്ടുണ്ട്, എളാപ്പി ആയിട്ടുണ്ട്, നമുക്ക് ഹോട്ടലിൽ പോവാന്ന്. അങ്ങനെയുണ്ട്. ഇതന്ന് ഇത്ര ഇതില് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു, ഇവക്കും പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു. അതാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പോ പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നു. പറഞ്ഞു. ഇവൻ ഞാൻ ഇത് മുന്നേ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു ബിലീവ്. പാരന്റ്സ് ബിലീവ് ചെയ്തിട്ടില്ല. ഇല്ല. കാരണം അങ്ങനെ പറയില്ല. കാരണം നമ്മൾ നോക്കുമ്പോ ഒരാളാപ്പ അങ്ങനെ പറയില്ലല്ലോ. സ്വന്തം വൈഫിന്റെ സിസ്റ്ററിന്റെ മകളോട് ഏതെങ്കിലും ആളാപ്പ പറയൂ? അപ്പൊ എന്താ ആ ടൈമിൽ വാട്ട് യു റിപ്ലൈ ചോദിച്ചാ? ഞാൻ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ചോദിച്ചത്. ഞങ്ങൾ ഇങ്ങനെ ആ ടൈമിൽ പോയി. പക്ഷെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾ ഇനിയിപ്പം എന്തെങ്കിലും മോശമായിട്ട് അവിടെ പറയുകയാണെങ്കിൽ, എതിർത്ത് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. അതായത് ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ നോക്കും, ഉപദ്രവിക്കോ എന്നൊക്കെ ഉള്ള ഒരു തോട്ടം. ഞങ്ങൾ അന്നിപ്പോ ഭയങ്കര വൾണറബിൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ കേട്ടിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം നമുക്ക് എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതെ, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പറയുമ്പോൾ 1 or 2 seconds നമ്മൾ സ്റ്റക്ക് ആകും. അതെ, അതും ആരും ഇല്ലാത്ത നേരം നോക്കി പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്.